പ്രിയപ്പെട്ട ഷാലോം പ്രേക്ഷകരെ, നമ്മൾ ഇന്ന് തണൽ മരങ്ങൾ എന്ന പ്രോഗ്രാമിലെ കണ്ടുമുട്ടാൻ പോകുന്നൊരു സിസ്റ്റർ വാസ്തവത്തിലെ സന്യാസ ജീവിതത്തിൻ്റെ അന്തസത്ത എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരം കൊടുക്കുവാൻ തൻ്റെ സന്യാസ ജീവിതത്തിലെ അവരനെ സ്നേഹിച്ച്, അവരനെ സേവിച്ച്, അവരനെ ശുശ്രൂഷിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സിസ്റ്ററിനെയാണ്. അത് അവരിൽ നിന്ന് ഒരുപക്ഷെ പ്രതിസ്നേഹം കിട്ടണമെന്ന് നിർബന്ധമില്ലാത്തൊരു വിഭാഗം മാനസിക വൈകല്യങ്ങളുള്ള വ്യക്തികൾ. അതാരൊക്കെയാണെന്ന് നമ്മൾ സിസ്റ്ററിലൂടെ കേൾക്കാൻ പോവുകയാണ്. ഇന്ന് മനുഷ്യർ പലരും സ്വാർത്ഥതയും അതിനേക്കാളുപരി ലോകത്തിലെ സ്ഥാപനങ്ങളുടെ വലിപ്പത്തിലുമൊക്കെ ആനന്ദം കൊള്ളുന്ന അനേക സഭകളുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി തങ്ങളുടെ ജീവിതത്തിലൂടെ എങ്ങനെ അപരന് താനൊരു തുണയാകാം എന്ന് കണ്ടെത്തിയ പ്രിയപ്പെട്ട ഒരു സിസ്റ്ററിനെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. സിസ്റ്ററിൻ്റെ പേര് മേരി കരോളിനാണ്. ആലപ്പുഴ രൂപതയിലെ പള്ളിത്തോട് നിവാസിയായ, അവിടെ വളരെ പ്രശസ്തമായ ഒരു കുടുംബത്തിൽ ജനിച്ച സിസ്റ്റർ സാധാരണ മനുഷ്യർക്ക് വേണ്ടി തൻ്റെ ജീവിതത്തിൻ്റെ സമയവും ആരോഗ്യവും മാറ്റിവെച്ച് പ്രവർത്തിക്കുന്നത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ന് സ്വാർത്ഥതയിലും കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ തൻ്റെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്ന മനുഷ്യരുടെ ഇടയിലെ മറ്റു മനുഷ്യരെ സ്നേഹിച്ച് അവരെ സേവിച്ച് അവർക്ക് വേണ്ടി ജീർണിച്ച യേശുക്രിസ്തുവിനെ പോലെ തന്നെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി എപ്രകാരം പ്രവർത്തിക്കുമെന്നത് നമ്മൾ ശ്രമിക്കുവാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഈ തണൽ മരങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സുവിശേഷത്തിൻ്റെ ചൂടും വെളിച്ചവും തങ്ങളുടെ പ്രവൃത്തിയിലൂടെ പ്രശോഭിപ്പിക്കുന്ന തിരുസഭയിലെ സന്യാസിനികൾ, ക്രിസ്തുവിൻ്റെ പരിമളം അനേകർക്കായി പങ്കുവയ്ക്കുന്ന ദൈവവിളികൾ. ഇത് വിസിറ്റേഷൻ സഭാംഗമായ സിസ്റ്റർ കരോളിൻ. ആലപ്പുഴ കലവൂരിൽ മാനസിക രോഗികളായ സ്ത്രീകളെ പരിചരിക്കുന്ന സ്നേഹഭവനടക്കം നിരവധി കാരുണ്യഗേഹങ്ങൾക്ക് തുടക്കം കുറിച്ച സന്യാസിനി. രോഗികളെയും ആലംബഹീനരെയും പരിപാലിക്കുന്ന ഇത്തരം ശുശ്രൂഷകൾക്ക് തുടക്കം കുറിച്ച തൻ്റെ ദൈവവിളിയെക്കുറിച്ചും ഈ പ്രേക്ഷിത മേഖലയെക്കുറിച്ചും സിസ്റ്റർ കരോളിൻ SVC നമ്മോട് പങ്കുവയ്ക്കുന്നു. സിസ്റ്ററെ കണ്ടുമുട്ടിയതിലേറെ സന്തോഷമുണ്ട്. സിസ്റ്ററിൻ്റെ കുടുംബ പശ്ചാത്തലവും മറ്റുമൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ ജനിച്ചത് പള്ളിത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പള്ളിത്തോട് എൻ്റെ കുടുംബ പശ്ചാത്തലം പറയുകയാണെങ്കിൽ പള്ളിത്തോട് പള്ളിയുടെ ചുറ്റുവട്ടത്തിലെ ഞങ്ങളുടെ കുടുംബക്കാരാണ്, സാമ്പിക്കൽക്കാരാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുടുംബമായിട്ട് നോക്കുമ്പോൾ എല്ലാ കുടുംബക്കാരും തന്നെ ഈ പള്ളിയുമായിട്ട് അവരും അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചിട്ടുള്ളവരാണ്. എല്ലാവരും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. എൻ്റെ അനുഭവമാണ്, ചുറ്റുവട്ടത്തിലുള്ള എല്ലാവരും എല്ലാ ദിവസവും ദിവ്യബലിക്ക് സംബന്ധിക്കും. അങ്ങനെ ഒരു അനുഭവമുണ്ട്. പിന്നെ എൻ്റെ വീട്ടിലുള്ളവരും ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോകണം. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്റ്റാമ്പിക്കൽ കുടുംബത്തിൻ്റെ പശ്ചാത്തലവും പിന്നെ എൻ്റെ അമ്മയുടെ കുടുംബത്തിൻ്റെ പ്രത്യേകതയുണ്ട്. എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ അമ്മയുടെ അപ്പൻ്റെ സഹോദരനാണ് വിസിറ്റേഷൻ സഭയുടെ സ്ഥാപകനും സെബാസ്റ്റ്യൻ ഫുൾ പേര് പറയുകയാണെങ്കിൽ സെബാസ്റ്റ്യൻ ലോറൻസ് കശ്മീർ പ്രസൻറ്റേഷൻ എന്നാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അമ്മയുടെ അപ്പൻ്റെ സഹോദരനാണ്. എൻ്റെ അമ്മയുടെ മൂത്ത 2 സഹോദരിമാരും ഈ വിസിറ്റേഷൻ സഭയിലെ 2ാമത്തെയും 3ാമത്തെയും അംഗങ്ങളാണ്. 1ാമത്തെ അംഗവും അവരുടെ കസിനാണ്. അപ്പോൾ ഇങ്ങനെ സഭാപരമായിട്ട് തന്നെ ഞങ്ങൾ സന്യാസ സഭയുമായിട്ടും സന്യാസ സഭയിലെ മറ്റംഗങ്ങളുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ടാണ് വളർന്നു വന്നത്. അപ്പോൾ ഈ അമ്മമാർ ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. അതിന് വേറൊരു കാരണമുണ്ടായതുകൊണ്ട് അവിടെ തന്നെ ആ നാട്ടിൽ പറയകാട്ടിലെന്ന് പറയുന്ന അവിടെ നിന്നുള്ള ഒരു അമ്മയുടെ പത്രവനിപ്പുരയിടം തെങ്ങ് കറിക്കാനാണ് അവിടെ വരുന്നത്. അപ്പം അന്നൊക്കെ വീടുകളിൽ താമസിക്കാൻ അനുവാദമില്ല. അപ്പോൾ മൈക്കൽ പിതാവ് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാനാണ് അനുവാദം കൊടുത്തിരുന്നത്. അതുകൊണ്ട് ഇവർ ഞങ്ങളുടെ വീട്ടിൽ വരും. അപ്പോൾ എൻ്റെ അപ്പച്ചൻ വേലന്മാരെയൊക്കെ വിളിച്ച് എല്ലാ കാര്യവും അറേഞ്ച് ചെയ്ത് ഇവർ പോയി തെങ്ങ് കറിച്ച് എല്ലാം ചെയ്ത് കൊടുക്കുന്നതെല്ലാം അദ്ദേഹമായിരുന്നു. പിന്നെ അപ്പോൾ ഈ അമ്മമാരുടെ കണ്ടു വളർന്നതിൻ്റെതും പിന്നെ എന്തോ കൊച്ചിലെ തന്നെ എനിക്കെന്തോ ഒരു ആഗ്രഹമാണ്. പിന്നെ ചെറുതിലെ തന്നെ ഏറ്റവും കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഒരു ആഗ്രഹം, ഈശോയെ കൂടുതൽ സ്നേഹിക്കണം, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം എന്നൊരാഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പടത്തെ നോക്കി പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്നത് എനിക്ക് കന്യാസ്ത്രീയാണോന്നൊന്നുമല്ല, ഞാൻ പ്രാർത്ഥിക്കും. എന്താണ് പ്രാർത്ഥിക്കുന്നത് ഇപ്പം ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അന്ന് മുതൽ തന്നെ ഒരു പാവങ്ങളോടുള്ള ഒരു ഇത്, അതെൻ്റെ അപ്പനും അമ്മയും കാണിച്ചു തന്നിട്ടുള്ളൊരു മാതൃകയാണ്. എൻ്റെ അപ്പൻ്റെ കയ്യിൽ 1 രൂപയേ ഉള്ളെങ്കിലും ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഇന്നൊന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ ആകെ 1 രൂപയേ ഉള്ളെങ്കിലും അതങ്ങോട്ട് എടുത്ത് കൊടുക്കും അപ്പച്ചനെ. അങ്ങനെ അമ്മച്ചിയാണെങ്കിലും ഒരുപാട് കുടുംബങ്ങൾക്ക് ഷെൽറ്ററായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ അമ്മ. കാരണം ഈ ഒരുപാട് പ്രശ്നങ്ങളുള്ള കുടുംബങ്ങളെ വഴക്കിടുമ്പോൾ ഓടി വീട്ടിൽ വരും. അപ്പോൾ അവർക്ക് പിന്നെ അത് ചിലപ്പോൾ അന്നത്തെ ഭക്ഷണം ഞങ്ങളുടെ വീട്ടിൽ നിന്നായിരിക്കും കഴിക്കുന്നത്. അവർക്ക് ഉടുപ്പില്ലാത്ത പിള്ളേരാണെങ്കിൽ ഉടുപ്പ് കൊടുക്കും. ഞങ്ങൾക്കില്ലെങ്കിലും കൊള്ളാം, അമ്മച്ചി അവർക്ക് എടുത്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ അമ്മമാരുടെ വരവ് സന്യാസത്തിലേക്കൊരു ആകർഷണമായി പിന്നെ വന്നപ്പോൾ. അപ്പം എന്നോട് ചോദിക്കും, എൻ്റെ പേര് വീട്ടിൽ വിളിക്കുന്ന പൊന്നമ്മയെന്നായിരുന്നു, പൊന്നമ്മ കന്യാസ്ത്രീ ആവുമെന്ന് ചോദിക്കും എന്നോട്. അപ്പം ഞാൻ പറയാം, ഞാൻ കന്യാസ്ത്രീ ആവുമെന്ന് പറയും. പറയാനായപ്പോൾ മുതലേ. അതിനു മുമ്പ് ഇവരുടെ മടിയിലൊക്കെ കയറിയിരിക്കുന്ന ഒരു പ്രായമായിരുന്നു. പിന്നെ ഞാൻ പറയാം കന്യാസ്ത്രീ ആവും, എനിക്കിഷ്ടമാണ് കന്യാസ്ത്രീ എന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ അത് ആ ആഗ്രഹത്തിൽ തന്നെയാണ് വളർന്നു വന്നത്. അത് വളർന്നു വന്ന് 10ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ നേരെ മൂത്ത ബ്രദർ SVD സഭയിൽ അച്ഛനാകാൻ പോയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ 10th ഞാൻ പറഞ്ഞു, ഞാൻ 10ാം ക്ലാസ്സിലാണ് കേട്ടോ, എനിക്ക് കന്യാസ്ത്രീ ആകണം. അപ്പോഴെന്നോട് പറഞ്ഞേ, അതിന് നിന്നെ കന്യാസ്ത്രീ ആകാൻ കൊള്ളത്തില്ല. ആരെങ്കിലും ഒന്ന് പേര് തികച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ കരയുന്ന നിന്നെ എങ്ങനെ കന്യാസ്ത്രീയാക്കും? മഠത്തിലൊന്നും അങ്ങനെയൊന്നും പറ്റത്തില്ല. അവിടെ ഇതുപോലെയൊന്നുമല്ല, അവിടെയൊക്കെ ജോലി ചെയ്യണം. അപ്പം ഞാൻ വീട്ടിൽ ഞങ്ങൾ 7 മക്കളിൽ 6ാമത്തെ ആളായിരുന്നു ഞാൻ. അപ്പം എനിക്കങ്ങനെ വലിയ ജോലിയൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അങ്ങനെയൊന്നുമല്ല, നല്ലപോലെ ജോലിയൊക്കെ ചെയ്യണം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇയാൾ എന്നെ മടുപ്പിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇയാൾ എന്നെ കൊണ്ടുപോകാം എന്നൊക്കെ വിചാരിച്ച് ഞാനിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇപ്പം ഞാൻ പത്രത്തിൽ കണ്ട വൊക്കേഷൻ ക്യാമ്പിനൊക്കെ 2 എണ്ണത്തിന് എഴുതി വിട്ടു, ആരോടും പറയാതെ. 2 സ്ഥലത്തു നിന്ന് മറുപടി വന്നു, ഈ 2 ആഴ്ച താമസിക്കാൻ വരിക എന്ന് പറഞ്ഞ്. അപ്പം ഞാനവിടെ പോകാനുള്ള ഇത് കാണിക്കുന്നത് കണ്ടപ്പോഴും അമ്മച്ചി പറഞ്ഞു, എൻ്റെ ദൈവമേ, വല്യച്ഛൻ, അമ്മച്ചിയുടെ അപ്പൻ്റെ സഹോദരൻ സഭയുണ്ടാക്കിയിട്ടിരിക്കുന്നു, മകളെ ഞാൻ വല്ലയിടത്തും വിടാനാ എന്നും പറഞ്ഞ് അപ്പം തന്നെ ഉടുപ്പൊക്കെ മാറി എൻ്റെ അമ്മച്ചിയുടെ ജ്യേഷ്ഠത്തെ അന്ന് വട്ടാരങ്ങി കൊണ്ടുവന്നില്ലാണ്. അവിടെ പോയി അന്ന് തന്നെ എല്ലാം പറഞ്ഞ് റെഡിയാക്കി ആൾ വന്നു. 12ാം തീയതി കൊണ്ടുപോയി മഠത്തിലാക്കിയേക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ്. മെയ് 12ാം തീയതി 1962 മെയ് 12ാം തീയതി എന്നെ കലവൂര് മഠത്തിൽ കൊണ്ടുവന്നാക്കി, അപ്പച്ചനും അമ്മച്ചിയും കൂടെ. അങ്ങനെയാണ് എൻ്റെ സഭാപ്രവേശനം. ഭവനത്തിൽ നിന്നും ലഭിച്ച കാരുണ്യത്തിൻ്റെ ദീപം ഹൃദയത്തിൽ പേറി ദിവ്യകാരുണ്യനാഥൻ്റെ പിന്നാലെയുള്ള പ്രേക്ഷിതയാത്ര. സുവിശേഷത്തിൻ്റെ പ്രകാശം അഗതികൾക്കും ആലംബഹീനർക്കും പകർന്നു നൽകുവാനുള്ള ദൈവവിളിയുടെ ആത്മസമർപ്പണം. പ്രസന്റേഷൻ സഭയുടെ പ്രേക്ഷിത മുഖം സമൂഹത്തിൽ പകർന്നു നൽകുന്ന ശുശ്രൂഷകൾക്കായുള്ള സമർപ്പണം. അതെ, ഓരോ ദൈവവിളിയും ഇത്തരം സമർപ്പണമാണ്. ഇപ്പോൾ സിസ്റ്റർ ഈ സഭയിൽ വന്നതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങളിൽ വ്യാപൃതയാകുവാൻ കർത്താവ് ഇടയാക്കിയെന്നൊന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ പ്രൊഫഷൻ കഴിഞ്ഞിട്ട് 1966 പ്രൊഫഷൻ കഴിഞ്ഞത്. പ്രൊഫഷൻ കഴിഞ്ഞ ഉടനെ തന്നെ എന്നെ കാട്ടൂർ സ്കൂളിലെ ക്ലർക്കായിട്ട് നിയമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എവിടെ നമ്മളെ വെച്ചു, നമ്മളവിടെ ഇരുന്നു, അവിടെ ജോലി ചെയ്ത്. അവിടെ 21 വർഷത്തോളം അവിടെ തന്നെ ആയിരുന്നു. അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം അസിസ്റ്റൻറ്റ് മദറായി, 2 പ്രാവശ്യം സുപ്പീരിയറായി. സുപ്പീരിയറായിക്കൊണ്ടിരിക്കുന്ന 2nd ടേമിലാണ് എന്നോട് അന്നത്തെ മദർ ജനറലായ മദർ മേരി ഫിലോമിന ജർമ്മനിയിലൊരു കോൺവെൻറ്റ് തുടങ്ങുന്നു. അപ്പോൾ ഞങ്ങൾ 6 പേരെ സെലക്ട് ചെയ്തു. അതിൽ എന്നെയും അമ്മ സെലക്ട് ചെയ്തു. അപ്പം അങ്ങനോട് ചോദിച്ചു പോകാമെന്ന് ചോദിച്ചു. അമ്മ പോകാൻ പറഞ്ഞാൽ ഞാൻ പോവും, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, അത്രേ ഉള്ളൂ, നമുക്ക് പ്രത്യേകതയൊന്നുമില്ല. അങ്ങനെ ജർമ്മനിയിൽ പോയി. അവിടെ 3 വർഷം സേവനം ചെയ്തു. അവിടെ വളരെ സംതൃപ്തിജനകമായൊരു ഫീൽഡായിരുന്നു അത്. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ തീരാത്തൊരു ജോലിയാണ്, അവിടെ ടൈം അനുസരിച്ചുള്ള ജോലിയാണ്. അപ്പോൾ വളരെ സന്തോഷവും സംതൃപ്തിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഔട്ട് ഓഫ് ടൈമിലും ഞങ്ങൾ രോഗികളെ കാണാൻ പോവുകയും ശുശ്രൂഷിക്കുകയും
ആരെങ്കിലും ഡെത്താകുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി നിന്ന് അവരെ ശുശ്രൂഷിക്കുകയും അവരുടെ മരണം വരെ അവിടെ നിൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങളെക്കുറിച്ച് വളരെ ഒരു നല്ല പേര് ആ നാട്ടിൽ മുഴുവനും ഉണ്ടായി. ഈ മലയാളി സിസ്റ്റേഴ്സ് നല്ല സ്നേഹമുള്ള സിസ്റ്റേഴ്സാണ്, ശുശ്രൂഷ മനോഭാവമുണ്ട് എന്നൊക്കെ. അതിനുശേഷം ഞങ്ങൾക്ക് സഭയുടെ തിരഞ്ഞെടുപ്പ് വന്നു. അപ്പോൾ ചാപ്റ്ററിൽ സംബന്ധിക്കാനായിട്ട് എന്നെയും ഇലക്ട് ചെയ്തു. അങ്ങനെ ഞാൻ ചാപ്റ്ററിൽ സംബന്ധിക്കാൻ വേണ്ടി റിട്ടേൺ ടിക്കറ്റുമായിട്ട് വന്നു. ആ ചാപ്റ്ററിൽ എന്നെ അസിസ്റ്റൻറ്റ് ജനറലായിട്ട് തിരഞ്ഞെടുത്തു. പിന്നെ 6 വർഷം ഫിലോമിന അമ്മ തന്നെ വീണ്ടും മദർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു. മദറിൻ്റെ കൂടെ ആയിരുന്നു എൻ്റെ ജീവിതം കൂടുതലും. അതിനുശേഷം മദർ റിട്ടയർ പോയി ഉടനെ തന്നെ വേറെ 1-2 ഹെഡ് മിസ്ട്രസ്മാർ വന്നു, ഇമ്മളുടെ അമ്മ വന്നു. അവരങ്ങനെ വന്നെങ്കിലും ഞാൻ പിന്നെ കൂടുതൽ കാലവും അമ്മയുടെ കൂടെയായിരുന്നു. അപ്പോൾ അമ്മയുടെ കൂടെ തന്നെ വീണ്ടും അമ്മയുടെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ ജനറലേറ്റിലായി. അവിടെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും, സഭയുടെ എല്ലാ കാര്യങ്ങളിലും അമ്മ പ്രായമുള്ള ആളായതുകൊണ്ട് എന്നെയാണ് എല്ലാത്തിനും വിട്ടിരുന്നത്. അപ്പോൾ എല്ലായിടത്തും ഞാൻ പോവുകയും വരികയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ കൊച്ചി ഞങ്ങൾക്ക് ഓൾഡ് ഏജ് ഹോമുണ്ട് പാവപ്പെട്ടവരുടെ. അവിടുത്തെ ഗോൾഡൻ ജൂബിലിക്ക് 1 വർഷത്തെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന് എന്നെയാണ് മദർ വിട്ടത് അങ്ങോട്ട്. അപ്പോൾ അവിടെ നിന്നപ്പോൾ അവിടെയുള്ള ആൾക്കാർ എന്നോട് ചോദിച്ചു, സിസ്റ്ററെ നിങ്ങൾക്കൊരു പേ ആൻഡ് സ്റ്റേ തുടങ്ങാൻ പാടില്ലേ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥാപനം വേണം, അവിടെ തുടങ്ങണമെന്ന് പറഞ്ഞു. അവിടെ തുടങ്ങാൻ പറ്റത്തില്ല, ഇവിടെ സ്ഥലമില്ല, ഒരു കോമ്പൗണ്ടിൽ 2 തരത്തിൽ സെർവ് ചെയ്യാൻ പറ്റുകയില്ല, ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ആലോചിക്കാം. അപ്പോൾ അതിനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം കൂടെ വെച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ആലോചിച്ചു. സഭയുടെ തീരുമാനമാണല്ലോ എല്ലാത്തിനും. നമ്മൾക്ക് നമ്മുടെ തലയിൽ എന്ത് ഉദിച്ചാലും ദൈവം ഉദിപ്പിച്ചാലും അതെല്ലാം സഭയിൽ തീരുമാനിക്കണം. അങ്ങനെ സഭ തീരുമാനിച്ചു. അങ്ങനെയാണ് പ്രസൻറ്റേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടെ തുടങ്ങിയത്, പേ ആൻഡ് സ്റ്റേ തുടങ്ങിയത് കലവരെ. അപ്പോൾ അത് നമ്മൾ ഒരുപാട് വീടുകളിൽ നിന്നും പിന്നെ ശുശ്രൂഷ കിട്ടാതെ വിഷമിക്കുന്ന അൺമാരീഡ് ആയിട്ടുള്ളവരും ഫാമിലിയുണ്ട്, കപ്പിൾസുണ്ട് ഇവിടെ. അപ്പം അങ്ങനെയുള്ളവർ, മക്കളുടെ നോട്ടം കിട്ടാതിരിക്കുന്നവരും, മക്കൾ വിദേശത്തായിരിക്കുന്നവരും, അവർക്ക് നോക്കാൻ പറ്റാത്ത സാഹചര്യത്തിലിരിക്കുന്നവരും, നമ്മളെല്ലാവരെയും കുറ്റപ്പെടുത്താൻ പറ്റിയില്ല. ചിലർക്ക് അവരുടെ സാഹചര്യം വെച്ചാൽ ആരുമില്ല ശുശ്രൂഷിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരെയും ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് സഭയുടെ അപ്രൂവൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ജനറലേറ്റിൽ തന്നെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു സ്ഥാപനത്തിനുള്ള ഒരു ആഗ്രഹം ഉണ്ടായത്. ആ സ്നേഹഭവൻ എന്ന് പറയുന്ന മാനസിക രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു സ്ഥാപനം, അവരെ താമസിപ്പിച്ച് അവരെ മരുന്ന് കൊടുത്ത് അവരെ സുഖപ്പെടുത്തി വീട്ടുകാരെ വീടുകളിലേക്ക് തിരിച്ചു കൊണ്ടുപോകുമെങ്കിൽ കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് അവരെ എത്തിക്കുക. കൊണ്ടുപോയില്ലെങ്കിൽ നമ്മളവിടെ ഇവരെ താമസിപ്പിക്കുക. ഇതിനുള്ള കാരണമെന്ന് പറയുന്നത്, പിന്നെ ഞാൻ ജനറലേറ്റിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ആലപ്പുഴയിൽ നിന്നും പല വീടുകളിൽ നിന്ന് സഹായത്തിന് വരുമായിരുന്നു. സഹായത്തിന് വരുന്നു പറയുമ്പോൾ മറ്റ് ഒരുപാട് പൊതുസഹായങ്ങളുണ്ട്. അതുകൂടാതെ ഈ മാനസിക രോഗികളുടെ സഹായത്തിന് വരുമ്പോൾ അവർക്ക് മരുന്നില്ല, ശരിക്കുള്ള ശുശ്രൂഷയില്ല, ഭക്ഷണമില്ല, വസ്ത്രമില്ല, ഇതൊക്കെ നമ്മൾ കേൾക്കുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ദൈവം എൻ്റെ മനസ്സിലൊരു ചിന്ത ഇങ്ങനെ കൊണ്ടുവന്നു, ഇങ്ങനെയുള്ളവർക്ക് ഒരു സ്ഥലം നമ്മൾ ഉണ്ടാക്കിയാൽ അത് നമുക്ക് നല്ലതായിരിക്കുമല്ലോ, ഇന്നത്തെ ഒരു ആവശ്യമാണെന്ന് തോന്നി. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഇന്നത്തെ ആവശ്യം എന്താണ്, അത് നമുക്ക് ചെയ്യണം. ചാപ്റ്ററിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ അനുവാദം കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്നു. 4-5 വർഷം എടുത്തു ഇതെല്ലാം ഒന്ന് പണിതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മാറുന്നതിന് മുമ്പ് പക്ഷേ ഇത് ബ്ലസ് ചെയ്തു. 2009 ഡിസംബർ 29 ഞങ്ങളിത് ബ്ലസ് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവരിവിടെ ഇപ്പോൾ ഇതിൽ ഒരു 182ഓളം പേഷ്യൻസ് വരികയും താമസിക്കുകയും സുഖപ്പെട്ടു പോവുകയും സുഖപ്പെടാതെ പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ നിൽക്കുന്നവരാണെങ്കിലും 24 പേര് ഇവിടെ നിൽപ്പുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പ്രയാസമുള്ളത് വീട്ടുകാരവരെ നോക്കുന്നില്ല, വീട്ടുകാരവരെ കൊണ്ടുപോകുന്നില്ല. അവരുടെ ആഗ്രഹം നമ്മളെ എന്ത് കനകക്കട്ട കൊടുത്താലും അവരുടെ ആഗ്രഹം വീട്ടുകളിൽ വെറുതെ നിൽക്കണമെന്നുള്ളതാണ്. അപ്പോൾ വീട്ടുകാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ അവരെയും കുറ്റപ്പെടുത്താൻ പറ്റുകയില്ല. അപ്പോൾ ഒരു അൺമാരീഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിർത്തി വെച്ചും അവർക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അവർ പലതരത്തിലെ ബുദ്ധിമുട്ടുകൾ അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകാതെ നിൽക്കുന്നവരാണ് ഇവിടെ നിൽക്കുന്നവർ.
അല്ലെങ്കിൽ വീട്ടിലേക്ക് പോയിട്ടുണ്ട്, കുറേ അധികം പേര് പോയിട്ടുണ്ട് സുഖപ്പെട്ട് തന്നെ. പക്ഷേ ഇവരെല്ലാവരും വീണ്ടും മരുന്നിന് വരും, മരുന്ന് കൊടുക്കും. നമുക്ക് ഔട്ട് പേഷ്യൻസും ഉണ്ട്, അത് ഈ ചുറ്റുപാടത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ വരുമ്പോൾ അവർക്കും ഫ്രീ ആയിട്ട് മെഡിസിൻ കൊടുക്കും നമ്മൾ. മറ്റേ പേഷ്യൻസ് വെൽ ടു ഡു ഫാമിലിയിലെ പേഷ്യൻസ് ഉണ്ട്, അവർ പിന്നെ ഡോക്ടറിന് ഫീസില്ല, പക്ഷേ മെഡിസിൻ ഫീസ് ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇവർക്ക് സന്തോഷമായിട്ടും സമാധാനമായിട്ടും അവർ ജീവിക്കണം, അവരുടെ സുരക്ഷിതത്വം ഇതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങാൻ കാരണമായത്. സ്നേഹഭവൻ, പേരുപോലെ തന്നെ സുവിശേഷ സ്നേഹത്തിൻ്റെ ഭവനം. വിവിധ കാരണങ്ങൾ കൊണ്ട് മനസ്സിൻ്റെ താളം തെറ്റിയവർ ആശ്വാസവും ബലവും നേടുന്ന ഭവനം. ചികിത്സയും പരിചരണവും വഴി അനേകം ജീവിതങ്ങൾക്ക് തണലേകുന്ന ഭവനം. ഇവരെ പരിചരിക്കുന്ന സന്യാസിനികൾ, തിരുസഭയുടെ ദീപ്തമായ പ്രേക്ഷിത മുഖം, അനേകം കുടുംബങ്ങൾക്ക് ആശ്രയമേകുന്ന സ്നേഹഭവനം. സിസ്റ്ററെ, ഇത്ര നാളിനുള്ളിൽ വളരെയധികം പേർ ഇവിടെ വന്നു പോയിട്ടുണ്ട്. സിസ്റ്ററിൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ, അവരുടെ അനുഭവങ്ങൾ ഉണ്ടെങ്കിലൊന്ന് പങ്കുവയ്ക്കാമോ? അങ്ങനെയുള്ളൊരു 5 പേരെങ്കിലും എൻ്റെ അറിവിൽ മാരേജ് ചെയ്ത് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇങ്ങനെ അവർ ജീവിക്കുന്നതിലുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് അവർ നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ. കുറേ അധികം പേര് അങ്ങനെ ജീവിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ വീടുകളിൽ ആശ്രയിച്ച് തന്നെ കഴിയുന്നവരുമുണ്ട്. വീടുകളിലാണെങ്കിലും അവരുടെ വീടുകളിലൊന്നും ചെയ്യാതൊക്കെ ഇരിക്കുന്നുണ്ട്, മരുന്നും കഴിച്ചൊക്കെ ഇരിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നവരാണെങ്കിലും അവരിപ്പോൾ ഞങ്ങളിവിടെ കൊന്ത കെട്ടുന്ന പണി ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ ഇവിടെ കയറി വിരിക്കുമായിരുന്നു. അങ്ങനെയുള്ള ചില ചെറിയ ചെറിയ, എല്ലാവരും അല്ല, ചിലർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, അവർക്ക് മടിയാണ്. പിന്നെ അവർക്ക് ജോലി കൊടുക്കണം നമ്മളെ. ഇപ്പോൾ എന്തെങ്കിലും എൻഗേജ്മെൻറ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവരതിലോട്ട് അങ്ങോട്ട് ഇൻവോൾവായി. അത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും വർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വർക്ക് ഞങ്ങൾ കഴിഞ്ഞ വർഷം സീരിയൽ സെറ്റ് ഉണ്ടാക്കിയായിരുന്നു. കുറേ അധികം സീരിയൽ സെറ്റ് ഉണ്ടാക്കി ഞങ്ങൾ വിറ്റു. ലാഭമൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല, കാരണം ഞങ്ങൾക്ക് അതിൻ്റെ ശരിക്കുള്ള വിലയൊന്നും ഇടാൻ അറിയാൻ വയ്യായിരുന്നു. അതുകൊണ്ട് ആളുകളൊക്കെ പറയും വിലക്കുള്ളാണെന്നേ, പക്ഷേ നമുക്കൊന്നിലൊന്നും കിട്ടിയില്ല. സിസ്റ്ററിനെ കണ്ടുമുട്ടാൻ സാധിച്ചതിലും ഇപ്രകാരം ഒരു ദൈവാനുഭവം ഉള്ള സിസ്റ്ററിനെ ഇത്രയും നേരം ശ്രമിക്കാൻ സാധിച്ചതിനും വളരെയധികം നന്ദിയുണ്ട്. ഷാലോമിൻ്റെ പേരിൽ പ്രത്യേകം സിസ്റ്ററിന് നന്ദി പറയുന്നു. ദൈവം തന്ന ദാനമായ ഈ ദൈവവിളിയും ഈ ജീവിതവും ദൈവത്തിന് സമർപ്പിക്കുന്നതാണ്. എന്നും ദൈവത്തോടു കൂടി ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ്. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധമായൊരു ജീവിതം നയിക്കാൻ എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് താങ്ക് യു. കാരുണ്യത്തിൻ്റെ സുവിശേഷ സാക്ഷ്യവുമായി അഗതികൾക്കും ആലംബഹീനർക്കുമായി ഉരുകിത്തീരുന്ന സന്യാസത്തിൻ്റെ സുന്ദര ചിത്രങ്ങൾ, ക്രിസ്തുവിനെ പിൻചെന്ന് പാവങ്ങൾക്കായി സമർപ്പണം ചെയ്യുന്ന പ്രേക്ഷിത ചിത്രങ്ങൾ. തണൽ മരങ്ങൾ ഇങ്ങനെയാണ്. സങ്കടങ്ങളുടെ വേനലുകളിൽ മനുഷ്യഹൃദയങ്ങളിൽ തണലേകുന്ന ജീവിതങ്ങൾ.